അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചീസി ചിക്കൻ ബോൾ. അതായത് ചീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മൊസല്ല ചീസ് വെച്ചിട്ടാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്ലൈസർ ചീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൊസല്ല ചീസ് മേടിച്ചിട്ട് ചെയ്യുകയാണ് ഒന്നും കൂടി നന്നായിട്ട് നമ്മൾ ഈ പിസയൊക്കെ വലിഞ്ഞ് വരുന്ന പോലെ നന്നായിട്ട് ഇതുപോലെ ഈ സ്നാക്ക് വലിഞ്ഞ് വരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളേൻ്റെ അളവ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഉടച്ചത്, പിന്നെ ചിക്കൻ വേവിച്ചതുപോലെ ക്രഷ് ചെയ്തത്, പിന്നെ നമ്മുടെ സവാള, പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് ഇത് ഇളക്കാൻ കേട്ടോ. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉപ്പ് തൂകിയിട്ട് നന്നായിട്ട് വഴറ്റാൻ തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് ചതച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മളിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഈ ഒരു പച്ച ചുവ നമ്മുടെ മസാലേൻ്റെ ചുവ മാറി വരുവോളം നന്നായിട്ട് ഇളക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും ഉരുളക്കിഴങ്ങും നമ്മുടെ മല്ലിയിലയും അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ മസാല ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ കട്ട്ലേറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ കട്ട്ലേറ്റിൽ നമുക്ക് കിഴങ്ങ് കുറച്ച് കൂടുതലുണ്ടാവും, പക്ഷേ ഇതിൽ അങ്ങനെ ഇടരുത്. ചിക്കൻ കുറച്ചുകൂടി കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഇളക്കണം കേട്ടോ. ടൊമാറ്റോ സോസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഞങ്ങൾക്കൊക്കെ ഭയങ്കര തന്നെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചത് കേട്ടോ. പിന്നെ ഈ ഒറിഗാനോയും നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ. ഞാനിവിടെ ഇങ്ങനെ നമുക്ക് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് മാത്രം എടുത്തതാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഓഫായിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റസ്കോ ബ്രെഡോ, നമുക്ക് ബ്രെഡ് പൊടിച്ചതായിക്കോട്ടെ, ബ്രെഡ് ക്രംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റസ്ക് ഇതുപോലെ ക്രഷ് ചെയ്തത് എന്തുവാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ റസ്ക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ആ കുഞ്ഞു ഉരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വലിയ വലിയ തരികളുള്ളത്, കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ആ മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഉപ്പും കാര്യങ്ങളൊന്നും വേണ്ട, മൈദയും സാദാ പച്ചവെള്ളവും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു ലൂസ് പരിവാട്ടോ. നന്നായിട്ട് തിക്കാവാനും പാടില്ല, എന്നാൽ നല്ല ലൂസ് ആവാനും പാടില്ല. അത്യാവശ്യം നമുക്ക് നമ്മളെ ഒരു കോട്ടിങ് ഉണ്ട്, ആ കോട്ടിങ് കൊടുക്കാൻ രീതിയിൽ ഞാനിതിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളവും കൂടാൻ പാടില്ല, അതേപോലെ തന്നെ മൈദയും കൂടിയിട്ട് തിക്നെസ്സും കൂടാൻ പാടില്ല. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മളെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അത് അവിടെ മാറ്റി വെക്കണം. ബ്രെഡ് ക്രംസും നമ്മൾ റെഡിയാക്കി വെച്ച മാവ്. കട്ട്ലേറ്റിൻ്റെ ഒന്നും റെസിപ്പി പോലെ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ പകരം, ഈ മാവിൻ്റെ പകരം മുട്ടയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ. അപ്പോൾ മൊസല്ല ചീസാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എനിക്കത് കിട്ടാത്തതുകൊണ്ടും എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതേപോലെ 3 സ്ലൈസുകളും ഇതുപോലെ വേർതിരിച്ചിട്ട് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഓരോ സ്ലൈസിനെയും നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ചീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോർഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഇതുപോലെ ചീസി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടേസ്റ്റാണല്ലോ ചീസിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സ്ലൈസുകളും 3 ഭാഗങ്ങളായിട്ടാണ് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ 3 പോർഷൻസ് ആക്കി മാറ്റുകയാണ്. കാരണം ഓരോ പോർഷൻസും നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിൽ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ മൊസല്ല ചീസാണ് എടുക്കുന്നതെങ്കിൽ ഓരോന്നിലും അത്യാവശ്യം രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓരോ ക്യൂബ് വെച്ചിട്ട് എടുത്തിട്ട് നമുക്കിത് ഫില്ലിങ്ങിനുമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സ്ലൈസ്ഡ് ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഒരുപോലെ തന്നെ 3 ഭാഗങ്ങളാക്കിയിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 3 പോർഷൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 3 സ്ലൈസ്ഡ് ചീസ് എടുത്താൽ ഏകദേശം 9 ഇതുപോലത്തെ കുഞ്ഞു പീസുകൾ കിട്ടും. ഈ ഒരു ഒറ്റ പീസാണ് നമ്മൾക്ക് ഓരോ ബോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇതേപോലത്തെ പീസുകൾ. അപ്പോൾ ഒന്നും കൂടി വലിഞ്ഞ് കിട്ടാനാണ് മൊസല്ല ചീസ് ഞാൻ പറഞ്ഞത്. ഇതിൽ വലിഞ്ഞ് കിട്ടില്ലെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ.
ചൂട് കൊടുക്കണേ ചെയ്യരുത്. കാരണം ചീസാണ് സാധനം. ചൂടുള്ള മസാലയിലേക്ക് ചീസ് വെക്കുമ്പോൾ അത് ഉരുകി പോവും. അതുകൊണ്ട് തന്നെ നമ്മളെ മാവ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ഇത് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡിയാക്കാൻ പോവുകയാണ്. ഇതേപോലെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഓരോ ബോൾസിനും വേണ്ട മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് വെച്ച ഓരോ ചീസിൻ്റെ പീസസും ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് അത് അകത്താവണം, ഒരിക്കലും പുറത്തേക്ക് വരരുത്. നമ്മളെ ബോളിൻ്റെ ഉള്ളിലാവണം. എന്നിട്ട് നമ്മൾ ഈ മാവ് അതിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ബോളാക്കിയിട്ട് മാറ്റണം. അതാണ് നമ്മൾ ഇതിലെ ടാസ്ക് എന്ന് പറയുന്നത്. അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടോ ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതുപോലെ മാവ് നമ്മൾ കുഴക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത്തിരി എണ്ണ തൂകിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. ഞാനൊന്നും ഇതാക്കിയിട്ടില്ല, കാരണം മാവ് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടി പിടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ബോളാക്കി എടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. കറക്റ്റ് 9 ബോൾസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം അതിനുള്ള ഒരു മാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 9 ഇതുപോലത്തെ ചീസി ചിക്കൻ ബോൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് മറ്റേത് ചെയ്ത പോലെ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് പരത്തുക. ഉള്ളിൽ നമ്മളുടെ ഓരോ ചീസിൻ്റെ സ്ലൈസ്ഡ് ചീസിൻ്റെ ഓരോ പീസസ് വെക്കുക. ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഉരുളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ആദ്യം ഞാൻ ചെയ്യുന്നത് എല്ലാം ബോളാക്കി എടുത്ത് മാറ്റിയതിൻ്റെ ശേഷമാണ് ലാസ്റ്റത്തെ പ്രൊസീജിയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്തിട്ട് ഓരോന്ന് ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എല്ലാം ബോൾസ് ആക്കിയിട്ട് ആദ്യം മാറ്റി എന്നിട്ടാണ് ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി വളരെ ഈസിയാണ്. ഇതിൽ ഓരോ ബോൾ എടുക്കുക, നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ അല്ലെങ്കിൽ റസ്കിൻ്റെ പൗഡറിൽ ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. ഇത്ര ഉള്ളൂ കേട്ടോ സംഭവം. വളരെ ഈസിയാണ് സംഭവം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്നാക്സാണ് ഇതുപോലത്തെ ഐറ്റംസൊക്കെ. വീട്ടിലൊക്കെ ഇപ്പോഴാണ് ആളുകൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്, ചീസ്ഡ് ഐറ്റംസൊക്കെ. അപ്പം നമുക്കിത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള സ്നാക്സ് നമുക്ക് ട്രൈ ചെയ്യലുമായി നല്ല ടേസ്റ്റിയുള്ള സ്നാക്സ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എല്ലാ ബോൾസും നമ്മൾ ഈ മൈദൻ്റെ ബാറ്ററിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വെക്കണം. എല്ലാതും നമ്മൾ ചെയ്ത ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ മുട്ടയൊക്കെ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ മുട്ടയിൽ കോട്ട് ചെയ്ത സ്നാക്സിലേറെ ഇഷ്ടം ഇതുപോലത്തെ മൈദ കോട്ടിംഗ് ഒക്കെയാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി ക്രിസ്പിനെസ് ഉണ്ടാവും. മറ്റേത് പെട്ടെന്ന് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കുഴഞ്ഞ പരുവായിരിക്കും. ഇതാകുമ്പോൾ ആ ക്രിസ്പിനെസ്സിന് കുറവുണ്ടാവില്ല, നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പണിയൊന്നുമില്ല, പെട്ടെന്നുണ്ട്. ഈ മാവ് റെഡിയാക്കിയാൽ മതി. ഈ മാവിൽ ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ ക്രോട്ട് ചെയ്യുക, മാറ്റി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റുക. നമ്മളെ ചീസി ചിക്കൻ ബോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം പുറത്ത് മുട്ടയൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു മൈദൻ്റെ കോട്ടിങ്ങും നമ്മളുടെ ക്രംസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഉള്ളിലെ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യേണ്ട രീതിയിൽ മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ, നല്ല ലോയിലൂടെയല്ലേ ഹൈയിലൂടെയായിരുന്നു, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ അപ്പുറം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലേ ഇടാവൂ. ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം കരിഞ്ഞു പോവും. കാരണം ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോവും. കാരണം കൂടുതൽ വലിയ കോട്ടിങ്ങോ ഒന്നും നമ്മളിതിന് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാതും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചീസി ചിക്കൻ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഞാൻ വെറുതെ പറയല്ല. ടൊമാറ്റോ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയായിരുന്നു. പിന്നെ കൂടുതൽ ഉണ്ടാക്കരുത്, കാരണം ഇത് ചീസായിട്ട് ആയതുകൊണ്ട് നമ്മൾ എടുത്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് അപ്പം കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കുക. കാരണം ഇത് ചീസാണ്. പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ വീണ്ടും നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കേണ്ടി വരും. കാരണം ചീസ് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഏകദേശം ചൂട് കൊടുക്കാൻ വേണം കഴിക്കാൻ. ചെറിയ ചൂടിൽ കഴിക്കുമ്പോഴാണ് ആ ഒരു സ്നാക്സിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മൊസല്ല ചീസാണ് യൂസ് ചെയ്തിട്ടെങ്കിൽ ഇങ്ങനെ നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് വലിഞ്ഞു കിട്ടും. എല്ലാവരും ചീസി ചിക്കൻ ബോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.